എന്തെല്ലാം ഉണ്ടെങ്കിലും അവസാന വിജയം നമ്മുടേതായിരിക്കും. അതുകൊണ്ടാണല്ലോ പേപ്പർ ഇടാനായിട്ട് ന്യൂസ് പേപ്പർ വീടുകളിലിട്ട് സ്കൂളിൽ പോയി പഠിച്ച് കോളേജിൽ പോയി പഠിച്ച അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായത് അതിന് ഉദാഹരണമാണ്. ആ ദൃഢനിശ്ചയമാണ്. ഒരുപാട് വീണു അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിൻ്റെ നടുവ് ഒടിഞ്ഞില്ല, അദ്ദേഹം മുട്ടുമടക്കിയില്ല, ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹം അവിടെ വരെ എത്തി. ആ ഒരു ദൃഢനിശ്ചയമാണ് വേണ്ടത്. എന്താണെങ്കിലും അല്പനേരത്തെ സംഭാഷണത്തിൽ വീണ്ടും ഒരു ദൃഢനിശ്ചയത്തിലൂടെ ഒരുപക്ഷെ കേരളത്തിലെ റിലയൻസിൻ്റെ ഏറ്റവും വലിയ ഉന്നതനായിട്ടുള്ള ആ അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് സായിഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഈ ചുറ്റുപാടുമുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപകരിക്കാവുന്ന ഒരു ടവർ. എപ്പോഴും സായിഗ്രാമത്തിൻ്റെ സഞ്ചാരം അങ്ങനെയായിരിക്കും. ഞങ്ങളൊരു 10 വർഷത്തിന് മുമ്പ് ഒരു മാവേലി സ്റ്റോർ കൊണ്ടുവന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മാവേലി സ്റ്റോർ ഉപയോഗിക്കുന്നു. സായിഗ്രാമം അതിൻ്റെ 1% പോലും ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നു ഇവിടെ. ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിനെല്ലാം തരണം ചെയ്താണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നു. നാട്ടുകാർക്കെല്ലാം പോസ്റ്റ് ഓഫീസ് ഉപകാരപ്രദമായി. ഒരു ആയുഷിൻ്റെ ആശുപത്രി വന്നു, അതും ഉപകാരപ്രദമായി. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ കോളേജ് ഉൾപ്പെടെ ഈ നാട്ടുകാർക്കും ഈ സമൂഹത്തിന് ഒരു സമ്പത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സായിഗ്രാമം. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ വളരെയധികം താല്പര്യമെടുത്ത് നമ്മളുടെ ഇന്നത്തെ മുഖ്യാതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. റിലയൻസിൻ്റെ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ചീഫ് അദ്ദേഹം നിങ്ങളോട് അല്പനേരം സമയം ചെലവഴിക്കും. അതിനാണ് ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത്. എന്താണെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എറണാകുളത്ത് നിന്ന് ഇവിടം വരെ എത്തിയ ശ്രീ KC നരേന്ദ്രൻ അവർക്ക് സായിഗ്രാമത്തിൻ്റെയും നിങ്ങളുടെ എല്ലാവരെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഗോപകുമാരൻ നായർ സാറാണ്. അതായത് റിട്ടയർമെൻറ്റ് ജീവിതം സ്വാഭാവികമായിട്ടും എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ റിട്ടയർമെൻറ്റ് ചെയ്താൽ പിറ്റേ ദിവസം വേറെ പണിക്ക് പോകും. ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് നോക്കിയിട്ട് പിറ്റേ ദിവസം പണിക്ക് പോകും. അതാണ് റിട്ടയർമെൻറ്റ് ലൈഫ് ഈ കാലഘട്ടത്തിൽ, സംശയമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം പരിപൂർണമായിട്ട് അദ്ദേഹത്തിൻ്റെ സമയം സായിഗ്രാമത്തിന് വേണ്ടിയും സായി ട്രസ്റ്റിന് വേണ്ടി ചെലവഴിക്കുന്നു. മിൽമ എന്ന് പറയുന്ന നമ്മളെല്ലാവരും അറിയുന്ന അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. 10-15,000 തൊഴിലാളികളും ജീവനക്കാരും കൺട്രോൾ ചെയ്തിരുന്ന അങ്ങനെ ആ ഒരു മഹത് വ്യക്തിത്വം തൻ്റെ ഇനിയുള്ള ജീവിതം സാമൂഹ്യ സേവനത്തിനും മറ്റിനും തന്നെ വേണമെന്ന് തീരുമാനിച്ച് എത്തിയ എല്ലാ പരിപാടികൾക്കും എത്തുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഗോപകുമാരൻ നായർ സാറിനെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുമേഷ്